നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഞാൻ ആതിര രവീന്ദ്രൻ. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സിക്സ് പാക്സ് ഫിറ്റ്നസ് സെന്റർ, എസ്റ്റിലോ ബാത്ത് ഫിറ്റിംഗ്സ്, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് ആൻഡ് കൊച്ചിൻ കലാഭവൻ, അങ്കമാലി ഫ്രാഞ്ചൈസ്. പിതൃസ്മരണയിൽ ഇന്ന് കർക്കടകവാവ്. ആലുവ മണപ്പുറത്ത് ബലിതർപ്പണ ചടങ്ങുകൾ തുടങ്ങി. പിതൃസ്മരണയിൽ ഇന്ന് കർക്കടകവാവ്. ആലുവ മണപ്പുറത്ത് പുലർച്ചെ മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ തുടങ്ങി. തിരുവനന്തപുരത്തെ തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രം, വർക്കല പാപനാശം, ആലുവ മണപ്പുറം, തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം, തിരുനെല്ലി പാപനാശിനി ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുകയാണ്. ആലുവ മണപ്പുറത്ത് ഉച്ചയ്ക്ക് 3 മണിവരെ ബലിതർപ്പണം നടത്താം. കേരള സാങ്കേതിക സർവകലാശാലയിലെ ഇയർ ബാഗ് സംവിധാനം ഒഴിവാക്കുവാൻ സിൻഡിക്കേറ്റിൽ തീരുമാനം. കേരള സാങ്കേതിക സർവകലാശാലയിലെ ഇയർ ബാഗ് സംവിധാനം ഒഴിവാക്കുവാൻ സിൻഡിക്കേറ്റിൽ തീരുമാനം. 5ാം സെമസ്റ്ററിലെ ഇയർ ബാഗാണ് താൽക്കാലികമായി ഒഴിവാക്കുന്നത്. ഇയർ ബാഗ് നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ട വ്യാപക വിദ്യാർത്ഥി പ്രതിഷേധമുണ്ടായിരുന്നു. മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്ന് കാണിച്ച് തട്ടിപ്പ്. തുടരന്വേഷണത്തിന് സർക്കാർ. കായിക വകുപ്പ് റിപ്പോർട്ട് അടുത്ത മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്ന് കാണിച്ച് തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ കായിക വകുപ്പ് റിപ്പോർട്ടിൽ തുടരന്വേഷണത്തിന് സർക്കാർ. കായിക വകുപ്പ് റിപ്പോർട്ട് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യും. നിയമ നടപടിക്ക് വിട്ടുവീഴ്ച വേണ്ടെന്നാണ് സർക്കാർ നിലപാട്. ഈ ഇടപാടിൽ ഒരു തരത്തിലുമുള്ള സുതാര്യതയും ഇല്ലെന്ന് കായിക വകുപ്പ് കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാർ തുടരന്വേഷണത്തിന് തയ്യാറെടുക്കുന്നത്. സൗദി ഓഹരി വിപണിയിൽ വിദേശ നിക്ഷേപകരുടെ ഓഹരി മൂല്യത്തിൽ വൻ വർധന. 10.28 ബില്യൺ റിയാലിന്റെ വർധന. സൗദി ഓഹരി വിപണിയിൽ വിദേശ നിക്ഷേപകരുടെ ഓഹരി മൂല്യത്തിൽ വൻ വർധന. കഴിഞ്ഞ ആഴ്ചയിലെ കണക്കുകൾ പ്രകാരം 10.28 ബില്യൺ റിയാലിന്റെ വർധനയാണ് വിദേശ നിക്ഷേപത്തിൽ ഉണ്ടായിട്ടുള്ളത്. ബാങ്കിംഗ്, ഊർജ്ജ മേഖലകളുടെ മികച്ച പ്രകടനമാണ് വിപണിക്ക് കരുത്തായത്. എയർ ഇന്ത്യ വിമാനം 300 അടിയോളം താഴ്ന്ന സംഭവം. പൈലറ്റിന്റെ 2ാം ലഹരി പരിശോധനയും പോസിറ്റീവ്. വിമാനം നിയന്ത്രിച്ചത് ഫസ്റ്റ് ഓഫീസറോ? സ്ഥിരീകരിക്കാതെ വ്യോമയാന മന്ത്രാലയം. ഫുക്കറ്റ് ഡൽഹി എയർ ഇന്ത്യ വിമാനം 300 അടിയോളം താഴ്ന്ന സംഭവത്തിൽ വിമാനം നിയന്ത്രിച്ചിരുന്നത് ഫസ്റ്റ് ഓഫീസർ എന്ന് സൂചന. സ്റ്റോൾ ഒഴിവാക്കാൻ ഫസ്റ്റ് ഓഫീസർ വിമാനം താഴേക്ക് തിരിച്ചു. പിന്നീട് ക്യാപ്റ്റൻ നിയന്ത്രണം ഏറ്റെടുത്തെന്നും സൂചനയുണ്ട്. സംഭവത്തിൽ AAIB വിശദമായ അന്വേഷണം നടത്തുകയാണെന്ന് വ്യോമയാന മന്ത്രാലയം. മാധ്യമങ്ങളും പൊതുജനങ്ങളും നിഗമനങ്ങളിൽ എത്തരുതെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. പൈലറ്റിന്റെ 2ാം ലഹരി പരിശോധനാ ഫലവും പോസിറ്റീവ് എന്ന റിപ്പോർട്ടുകൾ വ്യോമയാന മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടില്ല. Premium and fastest moving products in Kerala. Estilo, a complete solution for your bath and kitchen fittings. സമാധാനമില്ലാത്ത അവസ്ഥയിൽ മുന്നോട്ടു പോകാൻ ആകില്ല. ഗൾഫിലെ അനിശ്ചിതത്വം അവസാനിപ്പിക്കണമെന്ന് അൻവർ ഗർഗാഷ്. ഗൾഫ് മേഖലയിലെ അനിശ്ചിതത്വം അവസാനിപ്പിക്കണമെന്ന് UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് അൻവർ ഗർഗാഷ്. സമാധാനമില്ലാത്ത അവസ്ഥയിൽ മുന്നോട്ടു പോകാനാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇറാനായി ചാരപ്പണി നടത്തിയ 5 പേർക്ക് ബഹ്റൈനിൽ തടവ് ശിക്ഷ ലഭിച്ചു. FCRA ബിൽ കേന്ദ്ര സർക്കാർ സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടേക്കും. FCRA ബിൽ കേന്ദ്ര സർക്കാർ സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടേക്കുമെന്ന് സൂചന. ഇത് സംബന്ധിച്ച പ്രമേയം നാളെ അവതരിപ്പിക്കുവാനാണ് സാധ്യത. കടുത്ത പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെയാണ് കേന്ദ്രത്തിന്റെ ഈ നീക്കമെന്നത് ശ്രദ്ധേയമാണ്. വിദേശത്തു നിന്നുള്ള ഫണ്ട് സ്വീകരിക്കുവാനും ഇത് ദുരുപയോഗം ചെയ്യുന്നത് തടയുവാനും ഉദ്ദേശിച്ചാണ് ബില്ല് കൊണ്ടുവരുന്നത് എന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.